ഹലോ. അങ്ങനെ ഒരു ഞായറാഴ്ച വൈകുന്നേരം ചോറൊക്കെ കഴിച്ചിട്ട് പതിയെ ഒന്ന് ഉറങ്ങാൻ കിടന്നതാണ്. അങ്ങനെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഈവനിങ് വൈബ്. അപ്പം ഞാൻ ഓർത്തു വെറുതെ ഉറങ്ങി നശിപ്പിക്കണ്ട, കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനിനി ഒരു 6:30-7 മണിയാകുമ്പോഴേ എണീക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡെസേർട്ട് എന്തെങ്കിലും അടുക്കളയിൽ കയറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കളയിലാകെ ഉണ്ടായിരുന്നത് ബ്രെഡാണ് കേട്ടോ. വേറെ ഒന്നും അങ്ങനെ ഇരിപ്പില്ല, കാരണം എൻ്റെ വീട്ടിലങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങി വെക്കുന്ന ടൈപ്പ് ആൾക്കാരല്ല ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ ഓർത്തു എങ്കിൽ ഒരു ഷാഹി ടുക്കറ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഞാനാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുകയുള്ളൂ, കാരണം ഇവിടെ പപ്പയും അമ്മയും മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ഇതുപോലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡെസേർട്ടോ അങ്ങനെ സ്പെഷ്യൽ ഡിഷസോ ഒന്നും ഉണ്ടാക്കില്ല. സാധാരണ ചോറും കറിയും മാത്രം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും. അപ്പോൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, എനിക്കത് കഴിക്കാനും എളുപ്പമാണ്. ബ്രെഡും പാലും കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. എൻ്റെ ഭാഗ്യത്തിന് ഫ്രിഡ്ജിൽ കസ്റ്റാർഡ് പൗഡറിൻ്റെ കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ഫുള്ള് കൊട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് പാല് ചൂടാക്കി അതിൽ കസ്റ്റാർഡ് മിക്സ് ചെയ്ത് കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബ്രെഡ് ഒന്ന് ബട്ടറിലോ സൺഫ്ലവർ ഓയിലോ, ഞാൻ ബട്ടറിലാണ് ചെയ്തത്, ബ്രെഡ് സ്ലൈസ് ചെയ്ത് ബട്ടറിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത ബ്രെഡ് നമുക്കൊരു നമ്മുടെ പഞ്ചസാര പാനിയിലൊന്ന് മുക്കി എടുത്തിട്ട് ഈ കസ്റ്റാർഡും കൂടെ പുറത്ത് ഒഴിച്ചു കൊടുത്ത് അത് സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഡെസേർട്ട് റെഡിയാണ് കേട്ടോ. ഞാനിതിൻ്റെ പുറത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കപ്പലിന് മിഠായി പൊടിച്ചിട്ടിട്ടുണ്ട്. നട്ട്സൊക്കെ വേണമെങ്കിൽ നട്ട്സും കൂടെ പൊടിച്ചിടാം. പിന്നെ വീട്ടിൽ കിച്ചണിൽ കയറിയാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും കയറി ഉണ്ടാക്കിക്കോളൂ, പക്ഷേ ക്ലീൻ ചെയ്ത് വെക്കുക, പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുക.